മാസപ്പടി കേസിൽ SFIO അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാൻ പുറമേ നിന്നുള്ള അഭിഭാഷകന് KSIDC നൽകിയത് 82.5 ലക്ഷം രൂപ. KSIDCക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകനുള്ളപ്പോഴാണ് വീണ വിജയന് വേണ്ടി വൻ തുക നൽകി പുറമേ നിന്ന് മറ്റൊരു അഭിഭാഷകനെ കൂടി വെച്ചത്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലേബി സജീന്ദ്രൻ, പുറമേ നിന്നൊരു അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഈ കേസിൽ നിന്ന് ഒഴിവാകുക എന്ന ലക്ഷ്യത്തോടു കൂടി പോവുക എന്നതാണ്. ലേബി, കേൾക്കാമോ? സുജയെ, കേൾക്കാം. തീർച്ചയായും ഈ കേസിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പുറമേ നിന്നൊരു അഭിഭാഷകനെ KSIDC വയ്ക്കുന്നു. നമ്മൾ ഓർക്കേണ്ട കാര്യം, KSIDC എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ചെറുകിട വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പുരോഗമനത്തിനും വികസനത്തിനുമൊക്കെയായി രൂപീകരിച്ചിട്ടുള്ള പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ കേസിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി സ്ഥിരം നിയമോപദേശകൻ ഉള്ളപ്പോൾ പോലും പുറമേ നിന്ന് വൻ തുകയ്ക്ക് 3 സിറ്റിങ്ങിന് വേണ്ടി ഒരു അഭിഭാഷകനെ എടുക്കുന്നു. ഈ 3 സിറ്റിങ്ങിനായി മാത്രം 85.5 ലക്ഷം രൂപ നൽകുന്നു. ഇത്രയും വില നൽകി, ഇത്രയും വൻ തുക നൽകി, കനത്ത ഫീസ് നൽകിയ ഒരു അഭിഭാഷകനെ നിയമോപദേശത്തിന് വെച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് കേസ് നേരത്തെ ഹൈക്കോടതിയിൽ വന്നപ്പോഴും ആ കേസിൽ KSIDC പരാജയപ്പെട്ടപ്പോഴുമൊക്കെ ഇത് വാർത്തയിൽ നിറഞ്ഞതാണ്. എങ്കിലും ആ കേസിനായി ഇത്രയധികം രൂപ പുറമേ നിന്നൊരു മുതിർന്ന അഭിഭാഷകനെ വെക്കുന്നതിന്, വൈദ്യനാഥനെ പോലുള്ളൊരു അഭിഭാഷകൻ, സിറ്റിങ്ങിന് മണിക്കൂറിന് വിലയുള്ള അഭിഭാഷകൻ, ഇത്രയും മുതിർന്ന ഒരു അഭിഭാഷകനെ നിയമോപദേശത്തിനായി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട വാർത്ത. പക്ഷേ ഇത് ഒരു പതിവായി മാറുകയാണോ? നമുക്ക് അതിലേക്ക് വരാം. ലേബി, സർക്കാരിന് സ്വന്തമായ അഭിഭാഷകൻ ഉള്ളപ്പോഴും സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിയമോപദേശത്തിന് ആളുകൾ ഉള്ളപ്പോഴും പുറമേ നിന്ന് ചില കേസുകളിൽ മാത്രം വൻതുക മുടക്കി അഭിഭാഷകരെ കൊണ്ടുവരികയാണോ? ലേബി പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഥിരം അഭിഭാഷകൻ ഉള്ളപ്പോൾ പുറമേ നിന്ന് മറ്റൊരു അഭിഭാഷകൻ, ഇത് മറ്റ് കേസുകളിലും സുപ്രീം കോടതിയിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഈ കാര്യത്തിൽ KSIDC ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കുന്നത് മറുഭാഗത്തുള്ള എക്സാലോജിക്കിന്റെ ഉടമയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, തീർച്ചയായും ഇന്നലെ KMR ഇതേ സാഹചര്യത്തിൽ മുതിർന്ന അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു, സുർജിത് ലുദ്ര. പക്ഷെ അതിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല, അത് CMR കൊണ്ടുവന്നതാണ്. പക്ഷെ KSIDC എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. KSIDC ഇത്തരത്തിൽ പ്രതിവർഷം 3.36 ലക്ഷം രൂപയ്ക്ക് PU ശൈലജൻ എന്നുള്ള അഭിഭാഷകനെ വച്ചിരിക്കുകയാണ് നിയമോപദേശകനായി. ആ ഒരു അഭിഭാഷകനെ നിയമോപദേശകനായി വച്ചിരിക്കെ, ആ ഒരു തസ്തികയിൽ ഉണ്ടായിരിക്കെ പുറമേ നിന്ന് ആളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം. അത് മറ്റൊരു കേസിലും കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഇവിടെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്, CMRലുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിലേക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ഇത്തരത്തിൽ 3 സിറ്റിങ്ങിന്, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലുമായി 3 ദിവസമാണ് ഈ അഭിഭാഷകൻ നിയമോപദേശം നൽകാനായി ുള്ളത്. ഈ 3 ദിവസത്തെ സിറ്റിങ്ങിനാണ് ഇത്തരത്തിൽ കനത്ത ഫീസ് 1 കോടിക്കടുത്ത് രൂപ, 85.5 ലക്ഷം രൂപ പ്രതിഫലം നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് KSIDCക്ക് ഇത് എങ്ങനെ നൽകാൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നത്. പ്രത്യേകിച്ച് ഒരു താല്പര്യം ഇതിൽ കാണിച്ച് സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ്. സ്ഥിരം നിയമോപദേശത്തിന് ആളുണ്ടായിരിക്കെ, അഭിഭാഷകനുണ്ടായിരിക്കെ പുറമേ നിന്ന് കനത്ത വിലയ്ക്ക് ആളെ എടുക്കുന്ന ഒരു രീതി പല കേസുകളിലും ഇപ്പോൾ പിന്തുടർന്നു വരുന്നുണ്ട്. അത് ഹൈക്കോടതിയിലാകട്ടെ സുപ്രീം കോടതിയിലാകട്ടെ. അതിലാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇന്നലെ CMRന്റെ കേസിലും അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല സർക്കാർ കേസുകളുടെ കാര്യം. KSIDCയുടെ ഒരു കേസ് എന്ന് പറയുമ്പോൾ അത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പൂർണ്ണമായും സർക്കാർ സ്ഥാപനമാണ്. ചെറുകിട വൻകിട സ്ഥാപനങ്ങളുടെ, വ്യവസായ സ്ഥാപനങ്ങളുടെ, സംരംഭങ്ങളുടെയൊക്കെ ഉന്നമനത്തിനായി രൂപീകരിച്ചിട്ടുള്ള പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് KSIDCക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു അഭിഭാഷകനെ നിയമോപദേശത്തിന് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഒന്നാമതായി ഉയരുന്നത്. രണ്ടാമതായി, എന്തിന് ഇത്തരത്തിടുക്കത്തിൽ ഒരു തീരുമാനമെടുത്തു, എന്തിന് ഇത്തരം താല്പര്യം KSIDC വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ കാണിച്ചു എന്നുള്ള രണ്ടാമത്തെ ചോദ്യവും ഇവിടെ ഉയരുന്നു. അതുതന്നെയാണ് സുജയ ചോദിച്ച ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത്. ഇത്തരത്തിലൊരു എക്സാലോജിക്കുമായി CMRലുമായി ബന്ധപ്പെട്ട ഈ കേസ് നിലനിൽക്കെ ഈ പ്രത്യേക സാഹചര്യത്തിൽ KSIDC ഈ കേസിലേക്ക് ഉൾപ്പെട്ട സാഹചര്യവും പരിശോധിക്കേണ്ടതാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത് വന്നത്. അതിനെ തുടർന്ന് ഈ കേസ് വന്നതും, ഈ കേസ് ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതും, ആ കേസ് തള്ളിപ്പോയതുമെല്ലാം വാർത്തയിൽ ഇടം പിടിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഉയരുന്ന കാര്യം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പണം ചെലവാക്കി എന്നുള്ള കാര്യമാണ് സുജയ.